എല്ലാവർക്കും ഓങ്കാരം ചാനലിലേക്ക് സ്വാഗതം. കൈലാസം ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലമാണ്. നമുക്കിന്ന് കൈലാസത്തെക്കുറിച്ചറിയാം. അവിടുത്തെ പ്രാധാന്യങ്ങളും പ്രത്യേകതകളും കൈലാസം കാണാനുള്ള വഴികളും നമുക്ക് മനസ്സിലാക്കാം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ കൈലാസം ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലമാണ്. ഹിമാലയത്തിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന കൈലാസം ശിവൻ്റെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. അവിടുത്തെ പ്രാധാന്യം ശിവൻ്റെ വാസസ്ഥലവും പാർവതിയുടെ വാസസ്ഥലവും ഗംഗയുടെ ഉൽപ്പസ്ഥലവും ഹിന്ദു ബുദ്ധ ജൈന മതങ്ങളുടെ പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകതകൾ: കൈലാസം ഒരു പർവ്വതമാണ്. ഉയരം 6638 മീറ്റർ. പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. കൈലാസം കാണാനുള്ള വഴികൾ: കൈലാസം കാണാൻ ടിബറ്റിൽ നിന്നും അനുമതി വാങ്ങണം. കൈലാസം കാണാൻ നിരവധി വഴികളുണ്ട്. എന്നാൽ ഏറ്റവും പ്രചാരമുള്ള വഴി ലാസിൽ നിന്ന് കൈലാസത്തിലേക്ക് പോകുന്നതാണ്. കൈലാസം കാണാനുള്ള നല്ല സമയം മെയ് മുതൽ ഒക്ടോബർ വരെയാണ്. ഈ സമയം നല്ല കാലാവസ്ഥയാണ്. കൈലാസത്തേക്ക് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത് പാസ്പോർട്ട്, വിസ, ടൂർ പാക്കേജ്, മെഡിക്കൽ ഇൻഷുറൻസ്, വസ്ത്രങ്ങൾ, സൺസ്ക്രീൻ, കുട, ക്യാമറ. ലാസിൽ നിന്ന് കൈലാസത്തിലേക്കുള്ള പാക്കേജ് 50,000 മുതൽ 1,00,000 വരെയാണ്. എല്ലാവർക്കും ഈ ചാനലിലുള്ള പ്രോഗ്രാംസ് എല്ലാം ഇഷ്ടമായെന്ന് കരുതപ്പെടുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ അറിവുകളും വിവരങ്ങളും ഭക്തികളുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.